Hi students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ക്ലാസിക്കൽ അപ്രോച്ചിനെ പറ്റിയിട്ടാണ്. ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞത് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോർജ് ആൽട്ടൺ മായോ ആണ്. അത് പ്ലസ് ടുവിലൊക്കെ ഫെമിലിയർ ആയിട്ടൊരു നെയിമാണ് ആൽട്ടൺ മായോ എന്ന് പറഞ്ഞാൽ. ഹാൽട്ടോൺ തിയറിയൊക്കെ അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. സോ അപ്പോൾ അദ്ദേഹമാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചിനെ പറ്റി പറയുന്നത്. അതായത് ഹ്യൂമനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ, അതായത് ഹ്യൂമന് മെയിൻലി വാല്യൂ കൊടുത്താൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. അദ്ദേഹം കുറേ എക്സ്പീരിയൻസിലൂടെ അത് കണ്ടുപിടിച്ചതാണ്. ഹ്യൂമനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് നിയോ ക്ലാസിക്കൽ തിയറിയിൽ സ്പെഷ്യലി പറയുന്നത്. ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് വർക്കർ ആൻഡ് റിലേഷൻ ഇൻ ഓർഗനൈസേഷൻ. അതുപോലെ നിയോ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞത് രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞത് ബിഹേവിയർ തിയറി ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത് സോഷ്യോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ സൈക്കോളജി ഹു കൺസിഡർ ദംസെൽഫ് വിത്ത് ഹൗ പീപ്പിൾ ആർ റിലേറ്റ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ആൻ ഗ്രൂപ്പ്. ആൻഡ് ബിഹേവിയർ മൂവ്മെൻറ്റ് കം വേരിയസ് സൈക്കോളജിസ്റ്റ് ഹു ഫോക്കസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഓഫ് എംപ്ലോയീസ്. ഹ്യൂമൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവരെ പീപ്പിൾ എങ്ങനെയായിരിക്കും ആ ഗ്രൂപ്പിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾ എങ്ങനെയാണ് ആ ഗ്രൂപ്പ് എംപ്ലോയീസ്, ഓരോ ഇൻഡിവിജ്വൽസും എങ്ങനെ മറ്റു എംപ്ലോയീസിനോട് ബിഹേവ് ചെയ്യുന്നത്, ആ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആൽട്ടൺ മായോൻ്റെ ഒരു ഇലക്ട്രോൺ സ്റ്റഡി ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ പറ്റി അതിൽ നിന്ന് ഉണ്ടായതാണ്. ആ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടക്ട് ചെയ്തിട്ട് ആണ് ഈ ഹ്യൂമൻ റിലേഷനും ബിഹേവിയർ റിലേഷൻഷിപ്പും വന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് സ്റ്റഡി ചെയ്തിട്ടാണ് മറ്റേതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പറയുന്നത് ഹൗ ടു സ്റ്റഡീസിനെ പറ്റിയിട്ടാണ്. അതായത് എന്തിനാ ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു productivity, ഒരു Hawthorne studies were conducted in order to find out the role of human resource in increase the production of organization. ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻസ് അവരുടെ എത്രത്തോളം അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അവരുടെ വർക്കിനോടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എത്രത്തോളം നമ്മുടെ ഓർഗനൈസേഷന് പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട് എന്ന അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തതാണ് എന്തെന്ന് ഹോട്ടൺ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ദ റിസർച്ച് കാരിയഡ് വെസ്റ്റേൺ ഇലക്ട്രിക്, അതായത് ചിക്കാഗോയിൽ USA ഒരു വെസ്റ്റേൺ ഇലക്ട്രോണിക് കമ്പനിയിലാണ് എന്തെന്ന് പറഞ്ഞത് ഈ ഹോട്ടോൺ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത്. അതാണ് അപ്പുറത്ത് കാണിച്ചു തന്നത്. ആ പ്ലാന്റാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ആ പിക്ചറിലുള്ളത്. അപ്പോൾ അവിടെ ഈ വർഷം എന്ന് പറഞ്ഞത് 1924 to 1932 ആ ഇയറിൽ ആണ് ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയതെന്ന് പറഞ്ഞത് ആൽട്ടൺ മായോ, വൈറ്റ് ഹെഡ് ആൻഡ് രോഹിത് ലെസ്ബർഗ് എന്ന് പറഞ്ഞ വ്യക്തിയും കൂടിയാണ് ഇത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അതായത് ഈ ചിക്കാഗോ ഈ കമ്പനിയിൽ മാനേജ്മെൻറ്റിനെ, ഈ കമ്പനിയിലത്തെ മാനേജ്മെൻറ്റ്, വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിലെ മാനേജ്മെൻറ്റിന് അവിടുത്തെ കമ്പനിയിലത്തെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് ഇതാക്കിയപ്പോൾ അവിടുത്തെ റിസർച്ച് സ്കോളേഴ്സായ ആൽട്ടൺ മായോ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കൂടിയിട്ട് പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിനെ പറയുന്നതാണ് ഹോട്ടോൺ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്നിട്ട് ഒരു 5 4 ഡിസ്ട്രിബ്യൂഷൻസ് അദ്ദേഹം നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റ് ഓൺ ഇലുമിനേഷൻ, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം, മാസ് ഇൻ്റർവ്യൂ പ്രോഗ്രാം,
ബുക്ക് റൈറ്റിംഗ്, ഒബ്സർവേഷൻ റൂം, പേഴ്സണൽ കൗൺസിലിംഗ്, അങ്ങനെ ഒരു 5 കോൺട്രിബ്യൂഷൻ ആ വ്യക്തികൾ നൽകിയിട്ടുണ്ട്. വ്യക്തി എന്ന് മീൻസ് എൽട്ടൺ മയോ നൽകിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇലുമിനേഷൻ സ്റ്റഡീസ്. അതായത് 4 ഈ എന്താ പറയുക, ഓരോ ഇയറിലും ഓരോ എക്സ്പെരിമെൻ്റാണ് അദ്ദേഹം നടത്തിയത്. അതിൽ ഇലുമിനേഷൻ സ്റ്റഡി എന്നാണ് 1924 to 1927 മുതൽ. അവിടെയാണ് ഇലുമിനേഷൻ, അതായത് കണ്ടക്റ്റഡ് ബൈ ദ നാഷണൽ റിസർച്ച് കൗൺസിൽ NRC ഓഫ് നാഷണൽ അക്കാദമി ഓഫ് സയൻസ് വിത്ത് എഞ്ചിനീയർ വിത്ത് MIT. ഇത് എന്താ ഇത് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ മെഷേർഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി വേഴ്സസ് വർക്ക് ഔട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് ഇട്ടിട്ട് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഇല്ലാണ്ട് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, ആ എക്സ്പെരിമെൻറ്റിലൂടെയാണ് അതാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ലൈറ്റ് ഇല്ലാണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും, ഒരു ലൈറ്റ് ഉണ്ടായിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഹയർ വർക്ക് പ്രൊഡക്ടിവിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അറ്റ് ലൈറ്റ് ലെവൽസ്. വർക്ക് പ്രൊഡക്ടിവിറ്റി സ്റ്റോപ്പ്ഡ് വിത്ത് ദ ലൈറ്റ് ലെവൽ റീച്ച്ഡ് മൂൺ ലൈറ്റ് ഇൻറ്റൻസിറ്റി. അതായത് നല്ല ഇതുള്ള സമയത്ത് നന്നായി വർക്ക് ചെയ്യുമ്പോൾ അത് നന്നായി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി വർക്ക് ചെയ്യും. പക്ഷേ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒരു ഡിമ്മായി മൂൺ ലൈറ്റ് എത്തുമ്പോൾ അവരുടെ എന്താ പറയുക ഇത് വർക്ക് കാര്യങ്ങൾ കുറഞ്ഞു വരികയാണ്. അത് നിങ്ങൾ എല്ലാവരും വയല തന്നെയല്ലേ, ഇപ്പോൾ നല്ല പ്രകാശത്തിലായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അത് ലൈറ്റ് അങ്ങോട്ട് കുറച്ച് വരുന്ന സമയത്ത് എന്തെന്നാണത് അവരുടെ വർക്ക് കാര്യങ്ങൾ കുറച്ചേശ്ശെ കുറഞ്ഞു വരുന്നു. സോ ദ കൺക്ലൂഷൻ ഈസ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഹാസ് നോ കൺക്ലൂസീവ് എഫക്റ്റ് ഓൺ ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് ഹാസ് എ സൈക്കോളജിക്കൽ കോമ്പണൻറ്റ്. ഇതെന്നുള്ളൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മീൻസ് അതുകൊണ്ട് ഒരു പ്രൊഡക്ടിവിറ്റി ഒന്നും കൂടിയൊന്നുമില്ല. ഇപ്പോൾ ലൈറ്റ് ഇട്ടാലും എന്താ, ലൈറ്റ് ഇട്ടില്ലെങ്കിലും അതിൻ്റെ പ്രൊഡക്ടിവിറ്റീസ് ഒന്നും ചേഞ്ച് ഒന്നും വേണില്ല. അത് ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് പോലെ ഇരിക്കും അവരുടെ പ്രൊഡക്ഷൻ എന്നാണ് ഇതിന്ന് കിട്ടി ഇലുമിനേഷൻ സ്റ്റഡി എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റ് എന്നാണ് അവർ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റിലേ ഓഫ് അസംബ്ലി ടെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്. അടുത്ത എക്സ്പെരിമെൻ്റ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്തത്? 1927 to 1929 കണ്ടക്ട് ചെയ്തത്. അത് എങ്ങനെയാണ്? എൽട്ടൺ മയോ ആണ് കണ്ടക്ട് ചെയ്തത്. മാൻ പെയ്ഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മെഷേർഡ് എഫക്റ്റ് ഓൺ ഔട്ട്പുട്ട് pay incentives each girls has pay based on the other 5 in groups. അതായത് ഓരോ ഇതിനെ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് കുറച്ച് ഗ്രൂപ്പിൽ ലെങ്ത് ഓഫ് വർക്ക് ഡേ വീക്കായിട്ട് കൊടുത്തു, കുറച്ച് പേർക്ക് റെസ്റ്റ് പീരീഡ്സ് കൊടുത്തു, കമ്പനീസ് മീൽസ് അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പനി ഓരോ കാര്യങ്ങൾ ഓരോ ഇതിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കമ്പനി നോക്കിയപ്പോൾ അവരുടെ അവരുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഹൈ ലെവലായിരുന്നു. ഗ്രേറ്റർ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനാണ് അവർക്ക്, അല്ലേ? ഓരോ ഇൻസെൻറ്റീവ്സ് കിട്ടുകയാണ്, അതേപോലെ മീൽസ് കിട്ടുകയാണ്, അതേപോലെ റെസ്റ്റ് അവേഴ്സ് കിട്ടുകയാണ്, പിന്നെ അവർക്ക് ഇത്ര ടൈമിൽ വർക്ക് ഒരു ദിവസം ഇത്ര വർക്ക് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് എംപ്ലോയീസിന് വളരെയധികം സന്തോഷമാണ്. ഇതിൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വർക്ക് ഔട്ട് വിൽ ബി ഇൻക്രീസ് ആൻഡ് റെസ്പോണ്ട് ടു അറ്റൻഷൻ. സ്ട്രോങ് സോഷ്യൽ ബോണ്ട്സ് വർ ക്രിയേറ്റഡ് വിത്തിൻ ടെസ്റ്റ് ഗ്രൂപ്പ്. വർക്ക് ആർ ഇൻഫ്ലുവൻസ് ബൈ നീഡ് ഓഫ് റെക്കഗ്നേഷൻ, സെക്യൂരിറ്റി ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഇതിലൂടെ എന്താ ഉണ്ടായി? നല്ലൊരു ആ ഗ്രൂപ്പിനോടൊരു നല്ലൊരു എന്താ പറയുക സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായി. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഇൻക്രീസ് ചെയ്തു. അതേപോലെ തന്നെ നമ്മളെ എന്താ പറയുക അവർക്ക് എന്താ പറയുക അവർ വളരെയധികം ഹാപ്പിയായി, അവർക്ക് ഒരു ജോബിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ വരികയാണ് ചെയ്തതെന്നാണ് എക്സാമ്പിളി ടെസ്റ്റ് എക്സ്പെരിമെൻറ്റിലൂടെ വന്നത്. നെക്സ്റ്റ് ആണ് മാസ് ഇൻ്റർവ്യൂ പ്രോഗ്രാംസ്. മാസ് ഇൻ്റർവ്യൂ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞത് conducted 20,000 interviews. Objective was to explore information which could be used to improve supervisory training. Initially used the method of direct questioning and changed to non-directive. അതായത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതേപോലെ തന്നെ സൂപ്പർവൈസിങ് ട്രെയിനിങ് അവർക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് ട്രെയിൻ ചെയ്യാനുള്ള ഇൻഫോർമേഷൻസൊക്കെ കൊടുത്തു. ഇതിൽ റിസൾട്ട് എന്ന് പറഞ്ഞത് give an opportunity to talk, express grievance and would increase the morale. Complaint were symptoms of deep-rooted disturbance. Workers are governed by experience obtained from both inside and outside of the companies. അങ്ങനെ തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി?
അവിടെ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക ഓരോ കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. അതേപോലെ ഇപ്പോൾ ഡയറക്റ്റായിട്ടായിരുന്നല്ലോ ചോദ്യങ്ങൾ, അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അതിൽ നിന്നൊന്നും വലിയ റിസൾട്ട് കാര്യങ്ങളൊന്നും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, എന്താ പറയുക അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് എന്താ പറയുക അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അതിനൊരു വേദി ഒരുക്കുകയാണ് ചെയ്തത് ഇതിലെന്ന് പറയുന്നത്. മാഗ്വാരിങ് ഒബ്സർവേഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1931 to 1932 എന്ന് വെച്ചാൽ ലിമിറ്റഡ് ചേഞ്ച് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ, അതായത് സെഗ്രേറ്റഡ് വർക്ക് ഏരിയ. ഇതായിപ്പോൾ എന്താ പറയുക ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ ഹ്യൂമൻസിന് എങ്ങനെ ഇരിക്കും എന്ന്. അപ്പോൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്ത സമയത്ത് അവർ ഒരു സെപ്പറേറ്റ് വർക്ക് ഏരിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ ഒരു മാനേജ്മെൻറ്റ് വിസിറ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അവർ റെക്കോർഡിക്കലിന് വേണ്ടി മാത്രം എന്താ പറയുക ഒബ്സർവറിനെ വെച്ചു. സൂപ്പർവൈസറൊന്നും എന്താ പറയുക അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കിയില്ല. പിന്നെ വർക്കേഴ്സിനായിട്ട് ഒരു ഇൻട്രാക്ഷനും ഇല്ല. പിന്നെ കുറച്ച് ശമ്പളത്തിന് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സിന് വർക്ക് ചെയ്യേണ്ടി വരും. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നോ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ടിന് വലിയ കാര്യമായിട്ടൊന്നും ചേഞ്ച് ഉണ്ടാകും. കൺക്ലൂഷൻ ദ പ്രീ എക്സിസ്റ്റിംഗ് പെർഫോം നോം ഗ്രൂപ്പ് ഡിക്കേറ്റഡ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ്, അത് അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ അതേപോലെ തന്നെ പോയി, അതിന് വലിയ ചേഞ്ചസും ഒന്നും വന്നില്ല. ഇതാണ് ഹൗട്രോൺ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം കണ്ടെത്തിയത്. അതേപോലെ ഈ എക്സ്പെരിമെൻറ്റിലൂടെ അദ്ദേഹം കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ എന്താണത്, ഒരു 6 ഫൈൻഡിങ്സ് അദ്ദേഹം കണ്ടുപിടിച്ചത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ 6. റെസ്പോൺസിബിലിറ്റി ടു ടോട്ടൽ വർക്ക് സിറ്റുവേഷൻ, അതായത് ഈ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ സ്റ്റഡി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ വർക്ക് എൻവയോൺമെൻറ്റ്, റെസ്റ്റ് പോസ്, ഹവേഴ്സ് ഓഫ് വർക്ക്, ഹവേഴ്സ് ഇൻ വർക്കിംഗ് വീക്ക്, ഫാക്ടിഗ് ഇൻറ്റൻസിറ്റി are all intimately related. Mayo has associated stressed that workers should respond to their total work situations. അതായത് വർക്ക് സിറ്റുവേഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്താലാണ് ഓർഗനൈസേഷൻ എംപ്ലോയീസ് അവരുടെ സ്ട്രെസ്സ് കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റുള്ളൂ. അവരുടെ വർക്ക് സിറ്റുവേഷനിൽ അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് റെസ്പോൺസ് ടു ടോട്ടൽ വർക്ക് സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻ മോട്ടിവേഷൻ, അല്ലെ മോട്ടിവേഷൻ ഒരു ഫാക്ടറാണ്. അതായത് അക്കോർഡിംഗ് ടു എൽട്ടൺ മൈ സോഷ്യൽ ഫാക്ടർ ഹാഡ് ബി ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓർ വില്ലിംഗ് ടു വർക്ക്. ഹി കൺക്ലൂഡഡ് ദാറ്റ് വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഡിപ്പെൻഡ് ലാർജ് എക്സ്റ്റെൻറ്റ് ഓഫ് informal social pattern of work group where norms of cooperativeness and high output is step because of feeling of importance. സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമലേക്കാളും ഇൻഫോർമലായിട്ട് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ എന്താണ് ഉണ്ടാവുന്നത്, അവരുടെ വർക്ക് എന്ന് പറഞ്ഞത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു നല്ലൊരു അവരായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്ഷൻ ഗ്രൂപ്പിനായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും എന്നാണ് എൽട്ടൺ മയോ പറഞ്ഞത്. നെക്സ്റ്റ് ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ ഗ്രൂപ്പ്. ഹ്യൂമൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഇൻഫോർമൽ ഹാവ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ദ ഫോർമൽ റിലേഷൻ. ദ സ്റ്റഡി ഷോഡ് ദ അസോസിയേഷൻ എ ഹ്യൂമൻ അഫിലിയേഷൻ ടു ഗ്രേറ്റ് വർക്ക് മോട്ടിവേഷൻ. ദ ഡിഗ്രി ഓഫ് കോപ്പറേഷൻ ആൻഡ് കോഹെഷൻ എമംഗ് മെമ്പേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദയർ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിലായാലും നമ്മൾ ഫോർമൽ രീതിയിൽ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ഇൻഫോർമൽ ആവുകയാണെങ്കിൽ അവിടെ ഒരു നല്ല എന്താ പറയുക അവർക്കൊരു നല്ലൊരു നല്ലൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഒരു ഗ്രേറ്റ് മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അവരുടെ ഈ ഇങ്ങനെ നല്ല ഒരു ഇൻഫോർമൽ രീതിയിലാകുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക, കോപ്പറേഷൻ ഉണ്ടാവും, കോഹെസിവ്നെസ് ഉണ്ടാവും, എമംഗ് ഗ്രൂപ്പ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ആൻഡ് പെർഫോമൻസ്. അതനുസരിച്ച് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും തുടങ്ങും. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത് എന്താ, Elton Mayo advocated a change in leadership style. According to him, leader must be recognized significant of group work. He must be able to understand the feeling and sentiments implied from the words and behavior of employee. Must care of psychological and social needs of worker. ലീഡർഷിപ്പും അദ്ദേഹം മറ്റേ ലീഡർ എന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സുപ്പീരിയർ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനെ എന്താ പറയുക നല്ല സ്ട്രോങ് ആയിട്ട് പറയുകയാണെങ്കിൽ പകരം എൽട്ടൺ മയോ പറയുന്നത് ഒരു ലീഡർ എന്ന് പറഞ്ഞത് അവിടെ വർക്കേഴ്സിൻ്റെ ഒരു എന്താ പറയുക
ഒരു ഒരു എന്താ താങ്ങി നിൽക്കുക എന്ന് വെച്ചാൽ അവരുടെ ഫീലിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ പറഞ്ഞ അനുസരിച്ചിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ട് ലീഡർ ആ ഗ്രൂപ്പ് ലീഡ് ചെയ്യാനാണ് അൽറ്റമായോ പറയുന്നത്. സൂപ്പർവിഷൻ എന്ന് പറയുന്നത് മേ ഒബ്സർവ് ദ വർക്കർ ഷുഡ് ബി വർക്ക് മോർ പ്രൊഡക്റ്റീവ്ലി അണ്ടർ ഫ്രണ്ട്ലി കോപ്പറേറ്റ് ആൻഡ് റിലാക്സ്ഡ് സൂപ്പർവൈസർ ദാൻ മേ അതോറിറ്റേറിയൻ വൺ. അതായത് സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി ആയിട്ട് പോവുകയാണെങ്കിൽ, സ്ട്രോങ് ആയിട്ട് പോവുകയാണെങ്കിൽ പേടിച്ചിട്ട് അവരതൊന്നും ചെയ്യില്ല, ചിലപ്പോൾ ആ ജോലിയോട് താല്പര്യപ്പെടില്ല. അപ്പോൾ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് എന്നാവണം എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ അവരെന്താണ് നമ്മളോടൊരു കോപ്പറേഷൻ ഉണ്ടാവും. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ വർക്കേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, സ്റ്റുഡൻസിൻ്റെ കാര്യമായാലും അതെ. നമ്മൾ സ്ട്രോങ് ആയിട്ടെങ്കിലും ടീച്ചേഴ്സിനോട് ഇപ്പോൾ പേടിയായിരിക്കും, ആ സബ്ജക്റ്റിനോട് ഇഷ്ടമുണ്ടാവില്ല, അവരോട് പേടിയായിരിക്കും. അതേപോലെ തന്നെയാണ് ഒരു വർക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. വർക്കും എന്താ പറയുക, വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഫ്രണ്ട്ലി ആണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറയാനും പറ്റും. അതേപോലെ നമുക്ക് ആ ജോലിയോടൊരു താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടാകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടീച്ചേഴ്സിനോട് ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്കും സബ്ജക്റ്റിനോട് ഇഷ്ടം ഉണ്ടാവുക. അതേപോലെ തന്നെ ഒരു വർക്കറിനെ സംബന്ധിച്ച് നല്ലൊരു സൂപ്പർവൈസർ ആണെങ്കിൽ ആ സൂപ്പർവൈസറിന് എന്താ പറയുക നല്ലൊരു ഇഷ്ടം എന്താ പറയുക ആണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് പ്രൊഡക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. ദെൻ നെക്സ്റ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കൗൺസിലിംഗ് പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു മയോ വർക്കർ മസ്റ്റ് ബി ഗിവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. They must be provided an opportunity to express their view, feeling and grievance. He observed two-way communication has important place in seeking people cooperation. That means communication and consultation. That means നമ്മൾ ഒരാൾ ചെയ്യുകയാണ്, ഇപ്പോൾ ഒരു ക്ലാസ് ആണെങ്കിലും ഒരു കുട്ടിയോട് അവരുടെ അഭിപ്രായം പറയാം. ചിലപ്പോൾ നമ്മുടെ ബുദ്ധിയാവില്ല, അവരുടെ ബുദ്ധി, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ് അവരെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ക്ലാസ് ആയാലും നിങ്ങളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആർട്സ് ഡേ കണ്ടക്ട് ചെയ്യുകയാണെന്ന് വയ്ക്കുക. ആ ആർട്സ് ഡേക്ക് ഞങ്ങൾ മാത്രം എന്താ പറയുക ചെയ്താൽ ഇഷ്ടപ്പെടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ സജഷൻസ് മേടിച്ച് നിങ്ങൾ എല്ലാവരും ഇല്ല, കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് എന്താ പറയുക ഒരിക്കലും ഒരു എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ജോലിയിൽ അവർ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും വിളിച്ചിട്ടല്ല, ഒന്നോ രണ്ടോ പേരെ വിളിച്ചിട്ട് അവരുടെ സജഷൻസും അവരുടെ ഒപ്പീനിയൻസും ഇതിൽ പറയുമ്പോൾ ഒരു എന്താ പറയുക അവർക്ക് നമ്മളൊന്ന് ഒരു ആളെ കൺസിഡർ ചെയ്യുന്നു എന്ന് തോന്നില്ലേ. അതുതന്നെയാണ് എന്താണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺസൾട്ടേഷൻ എന്ന് ഇതിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ ഉണ്ടായ ഈ എന്താ പറയുക ഹൗട്രോൺ എന്ന് പറഞ്ഞ സ്റ്റഡീസിൽ നിന്ന് ഉണ്ടായ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞതും അതേപോലെ ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചും എന്ന് പറയുന്നത്. ഹ്യൂമൻ റിലേഷൻ ബിഗിനിങ് 1920 during the Industrial Revolution. At the time, productivity was focused on business. Elton Mayo began to explain how to study. He proved the importance of people for productivity, not machines. അതായത് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞത് ഒരിക്കലും എന്തെന്നാണത് നമ്മളെ പീപ്പിളാണ്, അല്ലാണ്ട് മെഷീൻ വർക്ക് ചെയ്തോളും. പക്ഷെ ആ മാൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മെഷീൻ പോലും വർക്ക് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ human relay management theory is research believe that people decide to part of supporting team that facilitate development of group. Therefore, the employees really special attention and encourage to participate. They perceive their work significant and they are motivated, more productive, resulting in high quality of work. അതേപോലെ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ productivity not treated as merely an engineering problem. Cooperation of employees, ടീം സ്പിരിറ്റ് ആൻഡ് വെയർ സാറ്റിസ്ഫൈഡ് ട്രീറ്റ് ആയി ഫാക്ടർ യൂസ് ഇൻ റേസിംഗ് പ്രൊഡക്ടിവിറ്റി. അവരുടെ എന്താ പറയുക എംപ്ലോയീസിൻ്റെ കോപ്പറേഷനും അതുപോലെ ടീം സ്പിരിറ്റും അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി, അതായത് ഹ്യൂമൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുക അവിടെ ഹൈ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്ടിവിറ്റി ഹൈലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ
അവരുടെ എന്ന് പറഞ്ഞത് ദ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് പുട്ട് സ്ട്രെസ് ഓൺ സോഷ്യൽ നീഡ്സ് ആൻഡ് റോൾ ഓഫ് മാനേജ് മീറ്റിംഗ് സച്ച് നീഡ് അനലൈസ് പീപ്പിൾ ഇഷ്യൂ ദാറ്റ് ഡ്യൂ ടു ഇന്റർപേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ്. The approach Alton Mayo mainly focused people who were working in organization. Alton Mayo considered the father of human lemma and later become organization behavior. അദ്ദേഹത്തിനെ ആണ് ഇതിലെ ഫൗണ്ടർ എന്ന് നമ്മൾ പറയുന്നത്. ആൽട്ടൺ മയോനെയാണ് ഫൗണ്ടർ ചെയ്യുന്നത്. അദ്ദേഹമാണ് എന്തെന്നാണ് എംപ്ലോയീസ് എത്രത്തോളം ആ കമ്പനിയിൽ സന്തോഷമായിട്ട് നിന്നാൽ മാത്രമാണ് കമ്പനിയുടെ വർക്ക് കൂടുള്ളൂ. അപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, തൊഴിലാളികൾ സമരം വെച്ചു എന്ന് പറഞ്ഞാൽ പല കമ്പനികളും പൂട്ടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അത് അവർ നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്താൽ മാത്രമാണ് ആ കമ്പനി നിലനിന്ന് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആൽട്ടൺ മയോ ഈ എക്സ്പെരിമെൻ്റ് നടത്തിയത്. അതുകൊണ്ട് പല കമ്പനികളും അവർ മാറ്റിയിട്ടുണ്ട് പല കാര്യങ്ങളും. ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു കമ്പനി ഇടുമ്പോൾ പല എക്സ്പെരിമെൻ്റ് വെച്ച് നോക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയപ്പോൾ പറയുന്നത് ഹ്യൂമനാണ് കൂടുതലും നമ്മൾ വർക്കേഴ്സ്, ഹ്യൂമൻ വർക്കേഴ്സിനെയാണ് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അവരുടെ സോഷ്യൽ നീഡ്സും അതുപോലെ അവരുടെ സ്ട്രെസ്സും ഒക്കെ വളരെയധികം കുറച്ചാലാണ് ആ ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി കൂടുള്ളൂ. അതാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത് തന്നെ ബിഹേവിയർ മാനേജ്മെൻറ്റ് തന്നെ ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞത് theory develop response need to account of employee behavior and motivation. The shift to movement management production orientation. Classical leadership to leadership style focused on work, human need, work related satisfaction, good working condition. Behavior release, the manager will better understand the human aspect of work and treat employees as an important aspect to achieve goal. Management take a special interest in worker makes feel like a part of special group. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പീപ്പിളെയാണ് കൂടുതൽ കൺസിഡർ ചെയ്യണം. അവരുടെ എന്താ പറയുക, അവരെങ്ങനെയായിരിക്കും ആ അതിനോട് ബിഹേവ് ചെയ്യണത്. ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് തിയറി ടെക്നിക്സ് ഓഫ് അതർ റിലേറ്റഡ് സോഷ്യൽ സയൻസ് ലൈക്ക് സൈക്കോളജി, sociology and anthropology of study of human behavior. This approach view management direction objectives the group of people towards the accomplish common object. The stress idea of people should be understand people, motivation, individual drives, group of relations, leadership, group dynamics, etc. some relevant areas of studies. അതായത് അവർ ഹ്യൂമൻ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഹ്യൂമനെ ആയിട്ടാണ് എന്താ പറയുക, നമുക്ക് അവരുടെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയായിരിക്കും നിങ്ങൾ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാണ് ബോറടിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. അതേപോലെ തന്നെ അവരെങ്ങനെയാണ് ആ ഗ്രൂപ്പിന് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ആ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു മാനേജ്മെൻറ്റ് അവരെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒരു വർക്കേഴ്സിനെ അവരെ ട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഹെവിലി കോൺസെൻട്രേറ്റ് ഓൺ പീപ്പിൾ ആസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ്. മെയിൻലി പറയുന്നത് പീപ്പിൾ എങ്ങനെയാണ് പീപ്പിളെ അതനുസരിച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാനുള്ളതാണ് ഈ ആസ്പെക്ട്സിൽ പറയുന്നത്. ദ ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച് ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് തിയറീസ് ആൻഡ് ടെക്നിക്സ് ഓൺ റിലേറ്റഡ് സോഷ്യൽ സയൻസ് ലൈക്ക് സൈക്കോളജി, ഞാൻ പറഞ്ഞ പോലെ സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി ഓഫ് ടു സ്റ്റഡി ദ ഹ്യൂമൻ ബിഹേവിയർ. ആ വ്യക്തി, ആ ഹ്യൂമൻ എങ്ങനെയാണ് ആ ഇതിലേക്ക് ബിഹേവ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് വേണം ആ രീതിയിൽ വേണം നമ്മുടെ മാനേജ്മെൻറ്റ് അവരെ ട്രീറ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അതെങ്ങനെ പറ്റുക, അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് കൂട്ടുക, ലീഡർഷിപ്പ് സ്റ്റൈൽസ് മാറ്റി ഈ രീതിയിലൊക്കെ ചെയ്താലാണ് ഹ്യൂമനായാലും നന്നായിട്ട് behave ചെയ്യുമല്ലോ. To that management more concerned with the human being and the no disagreement regarding in the important field. However, any attempt to simply concentrate manage in terms of human life not correct. Of course, management something more than human relationship. അതായത് മെയിൻലി ഇത് പറയുന്നത് ഹ്യൂമനെ മാത്രം കൺസിഡർ ചെയ്താൽ പറ്റില്ല, മാനേജ്മെൻറ്റിനെയും കുറച്ച് ഇതാക്കണം എന്നാണ് പറയുന്നത്. അതായത് ബിഹേവിയർ, അതായത് ആ വ്യക്തികൾ അതിനോടുള്ള ബിഹേവിയർ കാണിക്കുന്ന തിയറീനെയാണ് എന്തെന്നാണ് ബിഹേവിയർ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് നിയോ ക്ലാസിക്കലാണ് ഡിസ്കസ് ചെയ്തത്. നിയോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ആൽട്ടൺ മയോൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒത്ര എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമുക്കിത് ഈ ഹ്യൂമൻ റിലേഷൻ എന്നുള്ള ഹ്യൂമൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പെരിമെൻറ്റിലൂടെയാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ താങ്ക് യു.